മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയതാണ്, കുറെ വർഷങ്ങളായതാണ്. സ്വാഭാവികം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അവർക്ക് ഓക്കെ ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രം ഏതാണെന്ന് ഞാൻ നോക്കി അത് ധരിച്ചിട്ട് നടക്കണം എന്നൊക്കെ വാശി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നു. ഈ കംഫർട്ട് ആയിട്ട് എന്ത് ധരിക്കാൻ തോന്നുന്നു അത് ഞാൻ ധരിക്കും. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബ്ലോക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. ആരും നമ്മുടെ ശരീരഭാഗം സൂം ചെയ്ത് അത് ഷൂട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോയിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇവിടെയുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ നാട്ടിൽ. അൺഫോർച്ചുനേറ്റ്ലി 100% ഞാൻ യോജിക്കുന്നു. കുറേ കാലമായി ഈ ഫീൽഡിൽ വരുന്നു, ഉദ്ഘാടന ചടങ്ങുകൾക്ക് വരുന്നു, ഈ പറയുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ പണം വാരി പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടേ. പിന്നെ നല്ല വെള്ള ചമയുന്ന രീതിയിലുള്ള നീക്കം നടത്തേണ്ട ആവശ്യമുണ്ടോ, അതൊരു ഇരട്ടത്താപ്പല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ. പണം വാരി കൂട്ടുന്നതിന് എന്താ കുഴപ്പം? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ. പണം വാരി കൂട്ടുന്നതിന് എന്താ കുഴപ്പം? നല്ല വെള്ള ചമയുന്ന രീതിയിലുള്ള നീക്കം നടത്തേണ്ട ആവശ്യമുണ്ടോ, അതൊരു ഇരട്ടത്താപ്പല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്. എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് വാരി കൂട്ടാൻ പറ്റുള്ളൂ. അത് ആർക്കാണ് എന്താണ് പ്രശ്നം അതില്? ഞാൻ ഇനോഗ്രേഷൻ കണ്ടുപിടിച്ച ആളൊന്നും അല്ല, ഞാനല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. എത്രയോ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, ആർക്കും പ്രശ്നമില്ല. ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് വാരി കൂട്ടാൻ പറ്റുള്ളൂ. ആദ്യം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കാം. വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? എങ്ങനെ പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ. വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.